ഹൃദയത്തിലേറ്റിയ വണ്ടൂരിന് നന്ദി. വണ്ടൂർ ബ്യൂട്ടി മാർക്കിന്റെ 1ാം ആനിവേഴ്സറി സെലിബ്രേഷനോടനുബന്ധിച്ച് ഒട്ടനവധി ഓഫറുകൾ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ ആകർഷകമായ സമ്മാനങ്ങൾ വേറെയും. ഷോറൂം സന്ദർശിക്കൂ, സമ്മാനങ്ങൾ നേടൂ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വം ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. UDFന്റെ പോരാട്ടം രണ്ടു തലത്തിലാണെന്നും ഭരണഘടനയെ സംരക്ഷിക്കുന്നതും ഇന്ത്യയുടെ അന്തസ്സത്തയെ നിലനിർത്തുന്നതുമാണ് ഒരു തലമെങ്കിൽ ജനങ്ങളുടെ ദൈനംദിന പ്രശ്നങ്ങളിൽ അവരുടെ ശബ്ദമായി മാറുക എന്നതാണ് രണ്ടാമത്തേതെന്നും പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ UDF ബൂത്ത് തല നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ത്യയുടെ ചരിത്രത്തിൽ രാജ്യത്തിന്റെ ഭരണഘടന തകർക്കാൻ ശ്രമിക്കുന്ന ഭരണകൂടം ഉണ്ടായിട്ടില്ല. പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തതിന്റെ പേരിൽ കേസുകളിൽ പെടുന്നതും സമ്മർദ്ദമുണ്ടാകുന്നതും സാധാരണ പ്രവർത്തകർക്കാണ്. തന്റെ തെരഞ്ഞെടുപ്പിൽ വീടാന്തരം കയറി നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമാണ് ഈ വിജയം. അത് സാധാരണ പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതെന്നും പ്രിയങ്ക പറഞ്ഞു. It was basically organized so that I could say thank you and express my deep, heartfelt gratitude to you for all the hard work you did during my election. ഈ യോഗം ഇന്ന് പ്രത്യേകമായി വിളിച്ചു ചേർത്ത് നിങ്ങൾ ഓരോരുത്തരും കണ്ട് നേരത്തെ തന്നെ ചേരേണ്ട ഒരു യോഗമായിരുന്നു. പക്ഷെ തിരഞ്ഞെടുപ്പിന് പെട്ടെന്ന് തന്നെ പാർലമെന്റ് സെഷൻ ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് അല്പം നീണ്ടുപോയതാണ്. പക്ഷെ നിങ്ങളെ എല്ലാവരെയും ഇന്ന് വിളിച്ചു ചേർത്തത് നിങ്ങളെ നേരിൽ കണ്ട് എൻ്റെ വിജയത്തിലുള്ള നിങ്ങളുടെ കഠിന പ്രയത്നത്തിലുള്ള എൻ്റെ കടപ്പാട് നിങ്ങളോട് അറിയിക്കുന്നതിന് വേണ്ടി. Especially to you, I want to say thank you because from here I got the largest margin out of all. എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി നന്ദി പറയേണ്ടതുണ്ട്. കാരണം ഈ നിയോജക മണ്ഡലത്തിൽ നിന്നാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം എനിക്ക് നിങ്ങൾ നൽകി. And for me, that means it is a symbol of how hard you worked, not just during the election, but how hard and how well connected you have been to the people of your areas, right from the last 5 years, from when Rahulji became MP and maybe even from before that. അതിൽ എനിക്ക് നിങ്ങളോട് പ്രത്യേകമായി എനിക്ക് നിങ്ങളോട് നന്ദി പറയാനുള്ളത്, നിങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം രാഹുൽ ഗാന്ധി MP ആയിരിക്കുമ്പോൾ അതുപോലെ അതിനു മുമ്പ് ഉള്ളത് അവർക്കെല്ലാം വേണ്ടി ഏറ്റവും ജനങ്ങളോടൊപ്പം നിന്ന് കഠിനമായ പ്രയത്നം നടത്തിയതിന്റെ പ്രതീകമാണ് ഈ വലിയ ഭൂരിപക്ഷം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വലുതും ചെറുതുമായ ഒട്ടേറെ ദൈനംദിന പ്രശ്നങ്ങൾ ഓരോ പ്രദേശങ്ങളിലും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നേതൃത്വത്തിന്റെയും തന്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് പ്രിയങ്ക പ്രവർത്തകരോട് അഭ്യർത്ഥിച്ചു. തനിക്കു തെറ്റുകൾ ഉണ്ടായാൽ തിരുത്തുകയും വിമർശിക്കുകയും വേണം. വ്യത്യസ്തമായി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതും യാതൊരു സങ്കോചവുമില്ലാതെ തന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും പ്രിയങ്ക പറഞ്ഞു. അതുകൊണ്ട് അത് ഒരു തലത്തിലുള്ള പോരാട്ടമാണ്. മറ്റൊരു തലത്തിലുള്ള പോരാട്ടം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദൈനംദിന പ്രശ്നങ്ങളാണ്. വെള്ളം, കുടിവെള്ളം, അതുപോലെ തന്നെ റോഡ്, ആരോഗ്യ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒട്ടമായ അനേകം പ്രശ്നങ്ങളുണ്ട്. അത് ജനങ്ങളോടൊപ്പം നിന്ന് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നൊരു പ്രവർത്തനത്തിന്റെ തലമുറയും നിങ്ങളാണ്. ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ നേതൃത്വത്തിലേക്ക് എത്തിക്കുന്നതും അതുവഴി എന്നിലേക്കും എത്തുന്നത്. Just by being present in those areas, just by understanding the problems, just by standing with people when they are facing bigger issues, you do a very big service. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ട് അവരോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് അവരുടെ പ്രശ്നങ്ങളിൽ ചേർന്ന് നിൽക്കുന്ന നിങ്ങൾ വലിയ ഒരു സംഭാവനയാണ് ചെയ്യുന്നത്. Without even realizing it, you strengthen their rights, you strengthen democracy. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അവരുടെ അവകാശങ്ങളെ ശക്തിപ്പെടുത്തുകയും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. 2 മാസങ്ങൾക്കുള്ളിൽ 5ഓളം മനുഷ്യജീവനുകളാണ് വന്യജീവികളുടെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടത്. അധികൃതർക്ക് പരിഹാരം കാണാനുള്ള സാദുദ്ദേശമുണ്ടെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത തടസ്സമാണ്. ഇതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ സമ്മർദ്ദം ചെലുത്തും. CSR ഫണ്ട് സമാഹരിക്കാനും ശ്രമിക്കുമെന്നും അവർ ഉറപ്പു നൽകി. പുളിയക്കോട് KT കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ UDF നിയോജക മണ്ഡലം ചെയർമാൻ P. ഗാലിദ് അധ്യക്ഷത വഹിച്ചു. AP അനിൽകുമാർ MLA, AICC അംഗം E. മുഹമ്മദ് കുഞ്ഞി, DCC പ്രസിഡന്റ് VS ജോയി, KPCC ജനറൽ സെക്രട്ടറിമാരായ ആര്യാടൻ ഷൌക്കത്ത്, ആലിപ്പറ്റ് ജമീല, മുസ്ലിം ലീഗ് നിയോജക മണ്ഡല സെക്രട്ടറി മജീദ് തുവൂർ, കേരള കോൺഗ്രസ് നേതാവ് TD ജോയ്, KT അജ്മൽ, കളത്തിൽ കുഞ്ഞാപ്പു ഹാജി, KC കുഞ്ഞുമുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ്, വണ്ടൂർ.
സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണം സ്വന്തമാക്കാം. അലിസൺ ഗോൾഡ് സൂക്ക്, AM മാർക്കറ്റ്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. 3ാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു. ഓരോ 50,000 രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 75% ഡിസ്കൗണ്ട്. ഹയാ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.